പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിലമ്പൂരിലെ മത്സരചിത്രം തെളിഞ്ഞിരിക്കുകയാണ്. നമുക്ക് ആവേശ പോരാട്ടത്തിലേക്ക് കടക്കാം. അതിന്റെ കൂടുതൽ വാർത്തകളുമായി നമ്മുടെ പ്രതിനിധികൾ നിലമ്പൂർ സ്ക്വാഡ് തത്സമയം പ്രേക്ഷകർക്കൊപ്പം ചേരുകയാണ്. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 29 പെൻഷൻ കുടിശ്ശിക വിഷയമാണ്. മലപ്പുറം പരാമർശം പ്രചരണ വിഷയമാണ്. ആയുധങ്ങളൊക്കെ പലതും രാഗിമെനിക്ക് എടുക്കുന്നു. ഇന്ന് പെൻഷൻ ഗുണഭോക്താക്കളുടെ കൂട്ടായ്മ CPM സംഘടിപ്പിച്ചിട്ടുണ്ട്. UDF അധികാരത്തിലെത്തിയാൽ ക്ഷേമ പെൻഷൻ നിർത്തുമെന്ന സൂചനയാണ് KC വേണുഗോപാലിന്റെ പ്രസ്താവനയെന്ന് ദേശാഭിമാനിയിൽ MV ഗോവിന്ദൻ മാഷി ലേഖനവും എഴുതിയിട്ടുണ്ട്. അതേസമയം മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശമാണ് UDF ആയുധമാക്കി കാട്ടുന്നത്. ഭരണ നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടി M സ്വരാജും സർക്കാർ വിരുദ്ധ വോട്ടുകൾ ലക്ഷ്യമിട്ട് ആര്യാടൻ ഷൗക്കത്തും ഇരുവരെയും വിമർശിച്ചുകൊണ്ട് PV അൻവറും രംഗത്ത് സജീവമാവുകയാണ്. NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജും സജീവമായി തന്നെ പ്രചരണ രംഗത്തുണ്ട്. നമുക്ക് നിലമ്പൂർ വിശേഷങ്ങളൊന്ന് കേട്ടുവരാം. സാനിയോ മനോമിയും റോഷിപ്പാലും അഷ്കർ അലി കരിമ്പയും നമുക്കൊപ്പം ചേരും. ആദ്യം സാനിയോ മനോമിയുണ്ട്. സാനിയോ മനോമി, ഗുഡ് മോർണിംഗ്. CPIM പെൻഷൻ വിഷയം വലിയ രീതിയിൽ പ്രചരണ വിഷയമാക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇന്ന് പെൻഷൻ ഉപഭോക്താക്കളുടെ കൂട്ടായ്മ തന്നെ LDF സംഘടിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല, ദേശാഭിമാനിയിൽ നമ്മൾ വായിച്ചു, ഗോവിന്ദ മാഷിന്റെ ലേഖനവുമുണ്ട്. UDF സർക്കാർ അധികാരത്തിൽ വന്നാൽ പെൻഷൻ നിർത്തലാക്കുമെന്ന സൂചനയാണ് KCയുടെ തെരഞ്ഞെടുപ്പ് കൈക്കൂലി പരാമർശത്തിലുള്ളതെന്നാണ് ലേഖനത്തിൽ പറയുന്നത്. ചുരുക്കത്തിൽ പെൻഷൻ വിഷയം ഉയർത്തി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാനാണോ CPMന്റെയും ഇടതുപക്ഷത്തിന്റെയും നീക്കം? സാനിയോ, ഗുഡ് മോർണിംഗ് അരുൺകുമാർ. അതായത് നമുക്ക് അങ്ങനെ തന്നെ പറയാനാകണം. കാരണം നമുക്കറിയാം, പെൻഷൻ എന്ന് പറയുന്നത് ഒരു വൈകാരിക വിഷയം കൂടിയാണ്. കാരണം ഒരു പ്രായത്തിൽ കഴിയുന്ന ആളുകൾക്ക് വലിയ സഹായകമായി നിൽക്കുന്ന ഒരു ചെറിയ ഫണ്ടാണ് പെൻഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിനൊരു വൈകാരികമായി ഉയർത്തിക്കാണിച്ചുകൊണ്ട് ആ വിഷയം തന്നെ കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തന്നെയാണ് LDFന്റെ തീരുമാനം എന്ന് പറയുന്നത്. ഏതായാലും LDF ആവർത്തിച്ച് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് KC വേണുഗോപാൽ അദ്ദേഹത്തിന്റെ പരാമർശം പിൻവലിച്ച് മാപ്പ് പറയണമെന്നുള്ളതാണ്. ഇന്നിപ്പോൾ KSKTUവിന്റെ നേതൃത്വത്തിൽ നിലമ്പൂരിൽ തന്നെ ഒരു പെൻഷൻകാരുടെ ഒരു സംഗമം സംഘടിപ്പിച്ചിരിക്കുകയാണ് LDF എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ സംഗമത്തിൽ 100 ആളുകൾ പങ്കെടുക്കുമെന്നും അത് ഒരു പ്രഖ്യാപനമായി മാറുമെന്നുമൊക്കെയാണ് LDFന്റെ ഒരു കണക്കുകൂട്ടൽ എന്നുള്ളതാണ്. വിജയരാഘവൻ ആ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും. അതേസമയം ഇന്നത്തെ ദേശാഭിമാനി എഡിറ്റോറിയലിൽ ലേഖനം എഴുതിയിരിക്കുന്ന MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞിരിക്കുന്നത് UDF അധികാരത്തിലെത്തിയാൽ പെൻഷൻ നിർത്തിയേക്കും എന്നുള്ള ഒരു സൂചനയാണ് നൽകുന്നത്. അതായത് അത് തന്നെയാണ് ഈ UDF നേതാക്കളുടെയൊക്കെയും സംസാരത്തിൽ നിന്ന് മനസ്സിലാകുന്നത് എന്നുള്ളൊരു സൂചനയാണ് MV ഗോവിന്ദൻ മാസ്റ്റർ നൽകുന്നത്. അങ്ങനെ നോക്കുമ്പോൾ പെൻഷൻ തന്നെയായിരിക്കും അവസാനം വരെയും LDFന്റെ ക്യാമ്പയിനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആയുധം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്ന് തന്നെ വേണം കരുതാൻ. ഓക്കെ, അപ്പോൾ LDFന്റെ പ്രചരണ വിഷയം പെൻഷനാണ് എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു. ഒപ്പം ഭരണ നേട്ടങ്ങളാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥി സ്വരാജ് മണ്ഡലത്തിൽ ഉയർത്തിക്കാട്ടുന്നത്. എന്നാൽ അതിനെ മറികടക്കാൻ UDFന്റെ കയ്യിലെ ആയുധം എന്താണ്? മലപ്പുറം പരാമർശം. അത് ഇന്നലെ മുതിർന്ന നേതാക്കൾ എല്ലാവരും ഒന്നിന് പിന്നാലെ ഒന്നായിട്ട് ഉപയോഗിക്കുന്നു. ഇപ്പോൾ ഈ മലപ്പുറം പരാമർശം ഉയർത്തിക്കൊണ്ടുവരുന്നത് എന്തിനിടെ എന്നാണ് പലരും ചോദിക്കുന്നത്. പക്ഷേ മലപ്പുറം വിഷയത്തിൽ മുഖ്യമന്ത്രി മാപ്പ് പറഞ്ഞിട്ടില്ല. ഹിന്ദു പത്രത്തിന് നൽകിയ അഭിമുഖമാണ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രചരണത്തിലേക്ക് വരുന്നത്. നമുക്കൊപ്പം റോഷിപാൽ കൂടിയുണ്ട്. റോഷി, UDF ക്യാമ്പിൽ ഈ പെൻഷനെ നേരിടാൻ വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട്. അതേസമയം മലപ്പുറം ഒരു പ്രചരണ വിഷയമാക്കാൻ അവർ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. തിരിച്ചടിക്കുമോ എന്ന പല കോണുകളിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും മലപ്പുറം വിഷയത്തിൽ തൂങ്ങിയാണോ UDFന്റെ പ്രചരണം ഒരു ഘട്ടത്തിലേക്ക് ഇനി കടക്കാൻ പോകുന്നത്? മാത്രവുമല്ല, സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരങ്ങൾ എണ്ണി പറയേണ്ട സമയങ്ങളാണ്. ഇതിലേക്കൊക്കെ ഇപ്പോൾ UDF അവരുടെ പ്രചരണ തന്ത്രം മാറ്റിയിട്ടുണ്ടോ? അരുൺകുമാർ, സർക്കാർ വിരുദ്ധ വോട്ടുകൾ സമാഹരിക്കുക എന്നത് തന്നെയാണ് UDFന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട എല്ലാ ജനകീയ വിഷയങ്ങളും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ചർച്ചയാക്കാനുള്ള ശ്രമം UDF ക്യാമ്പിന്റെ ഭാഗത്തുനിന്നുണ്ട്. ഇനി കുറച്ച് ദിവസം മാത്രമാണ്, ഏതാണ്ട് 11 ദിവസം മാത്രമാണ് പരസ്യ പ്രചാരണത്തിന്. ഈ ദിവസങ്ങളിലൊക്കെ UDF നേതാക്കൾ ഒന്നാകെ മണ്ഡലത്തിൽ പറയുന്ന പ്രധാന വിഷയങ്ങളിലൊന്ന് മലപ്പുറത്തിനെതിരെ മുഖ്യമന്ത്രി നടത്തിയ പരാമർശങ്ങളാണ്. അതിൽ ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രി നടത്തിയ പ്രസംഗം ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ച് ഹിന്ദു പത്രത്തിന് നൽകിയ അഭിമുഖം, ഇതൊക്കെ വ്യാപകമായി പ്രചരിപ്പിച്ച് മുഖ്യമന്ത്രി ഇതുവരെ മാപ്പ് പറഞ്ഞില്ല എന്നതും പ്രസ്താവന മുഖ്യമന്ത്രി പിൻവലിച്ച് മാപ്പ് പറയണമെന്ന ആവശ്യമടക്കം മുന്നോട്ട് വെക്കുന്നുണ്ട് UDF. അതിനിടയിൽ ദേശീയപാത തകർന്ന സംഭവം പ്രചരിപ്പിക്കുന്നുണ്ട്. ഇതിനൊപ്പമാണ് സാമൂഹ്യക്ഷേമ പെൻഷൻ കുടിശ്ശിക. സാമൂഹ്യക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് KC വേണുഗോപാൽ നടത്തിയ പരാമർശം അത് LDF വിവാദമാക്കുമ്പോൾ പ്രതിരോധിക്കാൻ വേണ്ടി UDF നേതൃത്വം പറയുന്നത് എന്തുകൊണ്ട് ഇപ്പോഴും സാമൂഹ്യക്ഷേമ പെൻഷൻ കുടിശ്ശികയായി നിർത്തുന്നു? പലതരത്തിൽ പെൻഷൻ നൽകാനായി സെസ് പിരിക്കുന്നുണ്ടല്ലോ, ആ പണം എവിടെയാണ് ചിലവഴിക്കുന്നത് എന്നടക്കമുള്ള ചോദ്യങ്ങൾ ഉയർത്തി അതിനെ പ്രതിരോധിക്കാനുള്ള ശ്രമം നടന്നു. മാത്രവുമല്ല, വിശദീകരണവും നൽകുന്നുണ്ട്. ഒരു ഘട്ടത്തിലും KC വേണുഗോപാൽ അത് പെൻഷനുമായി ബന്ധപ്പെട്ട് പെൻഷൻ വാങ്ങുന്നവരെ കൈക്കൂലിക്കാരായി ചിത്രീകരിക്കാനല്ല ഉദ്ദേശിച്ചത്, ഇത് മുടക്കുന്നു എന്നത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ്. ഏതായാലും
വലിയ വിവാദങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു കഴിഞ്ഞു. മറുഭാഗത്ത് മലപ്പുറം വിഷയവും വന്യജീവി ആക്രമണം അടക്കമുള്ള പല വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് പ്രചാരണം കൂടുതൽ ശക്തമാക്കാനുള്ള നീക്കമാണ്. 2 ദിവസത്തെ ഇടവേളയാണ് സ്ഥാനാർത്ഥി പര്യടനത്തിന്, പെരുന്നാൾ കാരണം. അത് കഴിഞ്ഞാൽ കൂടുതൽ സംസ്ഥാന നേതാക്കൾ UDF ക്യാമ്പിൽ എത്തും. അതിന് പിന്നാലെ തന്നെ കൂടുതൽ ശക്തമായ പ്രചാരണത്തിൽ, ഒടുവിൽ പ്രചാരണത്തിന്റെ അവസാന ഘട്ടത്തിൽ പ്രിയങ്കാഗാന്ധിയെ കൂടി മണ്ഡലത്തിൽ പ്രചാരണത്തിന് എത്തിക്കാനുള്ള ശ്രമവും UDFന്റെ ഭാഗത്തുനിന്നുണ്ട്. ഓക്കെ, താങ്ക് യു റോഷി. അഷ്കർ അലി, ഗുഡ് മോർണിംഗ് അഷ്കർ. ഇനിയും മറ്റു 2 പേർ PV അൻവറും മോഹൻ ജോർജും മണ്ഡലത്തിൽ സജീവമാണ്. വ്യക്തിപരമായ വോട്ടുകളാണ് PV അൻവർ ലക്ഷ്യമിടുന്നത്. NDA ക്യാമ്പ് ഇന്നലെ കൺവെൻഷനോടുകൂടി ഉയർന്നോ? അരുൺ, വെരി ഗുഡ് മോർണിംഗ്. PV അൻവർ വലിയ തോതിൽ പ്രചാരണത്തിലേക്ക് ഇറങ്ങാൻ പോകുന്നു എന്നാണ് ഇനി പറയുന്നത്. അവസാന ദിവസങ്ങൾ കേന്ദ്രീകരിച്ചായിരിക്കും തന്റെ ശക്തമായ പ്രചാരണം എന്ന് പറയുന്നു. ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ NDA സ്ഥാനത്ത് മോഹൻ ജോർജും PV അൻവറും ഒക്കെ തന്നെ ഇന്ന് ഉച്ചയ്ക്ക് വിവിധ പള്ളികളിലേക്ക് എത്തുന്നുണ്ട്. മോഹൻ ജോർജ് പ്രധാനമായും ഇന്ന് ചുങ്കത്തറ പഞ്ചായത്ത് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പര്യടനമാണ് ഇന്ന് നടത്തുന്നത്. ചുങ്കത്തറ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിലെത്തി റോഡ് ഷോയും അതുപോലെ തന്നെ നേരിട്ട് വോട്ടർമാരെ കണ്ട് വോട്ടഭ്യർത്ഥനയ്ക്കും നടത്തുന്ന രീതിയിലുള്ള പ്രചാരണമാണ് ഇന്ന് ക്രമീകരിച്ചിരിക്കുന്നത്. PV അൻവർ ആണെങ്കിൽ പരമാവധി നേരത്തെ ഈ പെൻഷൻ വിഷയത്തിലും ഇല്ലെങ്കിൽ മറ്റ് മലപ്പുറം വിഷയങ്ങളിലൊക്കെ തന്നെ മറ്റു മുന്നണികൾ അതിൽ കടന്ന് വലയം വെക്കുമ്പോൾ PV അൻവർ പരമാവധി പിണറായിസും അതുപോലെ തന്നെ ഭരണവിരുദ്ധ വിഷയങ്ങളുമൊക്കെ ഉയർത്തിക്കാട്ടിക്കൊണ്ടുള്ള ഒരു പ്രചാരണമാണ് PV അൻവർ ഉന്നയിച്ചുകൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് കത്രിക ചിഹ്നം ലഭിച്ചതോടുകൂടി തന്നെ ഇടത് വലത് മുന്നണികൾ തന്നെ കത്രിക പൂട്ടാൻ ശ്രമിക്കുന്നു എന്നുള്ള ഒരു അനുതാപ തരംഗത്തിന്റെ വോട്ട് തേടൽ കൂടി ഒരേ സമയം തന്നെ PV അൻവർ നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഇരു മുന്നണികളെയും ഒരു പിണറായും ഒരു മുക്കാൽ പിണറായും എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ PV അൻവർ പുതിയ പ്രചാരണ രീതി തന്നെ ആരംഭിക്കുന്നത്. എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് വെള്ളിയാഴ്ച പള്ളികളിലെത്തി വോട്ട് തേടുക എന്നുള്ളതാണ് ഇരു സ്ഥാനാർത്ഥികളെയും പദ്ധതി. ഇന്നലെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയൊക്കെ എത്തിയതോടെ ഒരു ക്യാമ്പ് NDA ക്യാമ്പ് ഒന്നുകൂടി സജീവമായിട്ടുണ്ട്. പരമാവധി വോട്ട് പിടിക്കുന്ന ലക്ഷ്യമാക്കിക്കൊണ്ടാണ് അവരും മുന്നോട്ട് പോകുന്നത്. വരും ദിവസങ്ങളിലൊക്കെ തന്നെ വന്യജീവി സംഘർഷവും അതുപോലെ തന്നെ മലയോര മേഖല പ്രശ്നങ്ങളൊക്കെ തന്നെ ഉയർത്തിക്കാട്ടാനാണ് PV അൻവറും മോഹൻ ജോർജും ഒക്കെ തന്നെ ലക്ഷ്യമിടുന്നതും. ഓക്കെ, അഷ്കർ അലി കരിമ്പയാണ് വിവരങ്ങൾ നൽകിയത്. ചുരുക്കത്തിൽ നിലമ്പൂർ മണ്ഡലം ചൂടുപിടിച്ചു തുടങ്ങിയിരിക്കുന്നു. പ്രചരണങ്ങളും പ്രചരണ വിഷയങ്ങളും ഒക്കെ മാറി മാറി വരുന്നതാണ് ഇനി നമ്മൾ കാണുന്നത്. ഇനിയുള്ള ദിവസങ്ങൾ വളരെ നിർണായകമാണ്.